നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന രാഹുലും രാധാമണി ടീച്ചറും കണ്ടുമുട്ടിയതാണ്. രാഹുൽ രാധാമണി ടീച്ചർക്ക് വിവാഹ വാഗ്ദാനം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന രാഹുൽ മന്ത്രിക്ക് കറുപ്പുകൊടി കാണിക്കുന്ന സമരം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ രാത്രിയിൽ ആരും കാണാതെ രാധാമണി ടീച്ചറുടെ വീട്ടിൽ പോയതും സുരക്ഷിതമല്ലാത്ത രീതിയിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതുമാണ്. പിന്നീട് എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് നമുക്ക് നോക്കാം. നമസ്കാരം. ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ലൈംഗികാരോഗ്യവും മാനസിക ശാരീരിക ബന്ധങ്ങളും സംബന്ധിച്ചുള്ള പുരാതനവും ശാസ്ത്രീയവുമായ അറിവുകളും റൊമാൻറ്റിക് മോട്ടിവേഷൻ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുക. ഈ കഥയുടെ ആദ്യ ഭാഗം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നാമത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം രണ്ടാമത്തെ ഭാഗം കാണുക. ഒന്നാം ഭാഗത്തിൻ്റെ ലിങ്ക് ഇപ്പോൾ നിങ്ങൾക്ക് മുകളിൽ കാണാം, കൂടാതെ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചില തീരുമാനങ്ങൾ ഒരു ജീവിതകാലം മുഴുവൻ ഭാരമായി മാറാറുണ്ട്, അല്ലേ? രാധാമണിക്ക് അതിൻ്റെ തുടക്കം ഒരു പ്രഭാതത്തിൽ തന്നെയായിരുന്നു. രാധാമണി ടീച്ചർ ദിവസങ്ങളായി മാനസിക സമ്മർദ്ദത്തിലും വിഷാദത്തിലുമായിരുന്നു. ക്ലാസുകൾ എടുക്കുമ്പോഴും മനസ്സ് പതറിപ്പോകും. ശരീരത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ, അസ്വസ്ഥതകൾ. അവൾ ഒടുവിൽ ധൈര്യം സംഭരിച്ചു. ഗർഭപരിശോധന നടത്തി. ഫലം പോസിറ്റീവായിരുന്നു. അന്ന് അവളുടെ കയ്യിലെ ചെറിയൊരു സ്ട്രിപ്പിൽ പ്രത്യക്ഷപ്പെട്ട 2 ചുവന്ന വരകൾ അവളുടെ ജീവിതം മുഴുവൻ മാറ്റിമറിക്കാൻ പോവുകയായിരുന്നു. രാത്രിയിൽ കണ്ണീരോടെ രാധാമണി വിളിച്ചു, രാഹുൽ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഗർഭിണിയായി. രാഹുൽ അല്പനേരം മിണ്ടാതെ നിന്നു. ശേഷം അസ്വസ്ഥമായ ചിരിയോടെ പറഞ്ഞു, ടീച്ചർ, ഇത് വലിയൊരു പ്രശ്നമാണ്. എനിക്ക് രാഷ്ട്രീയത്തിൽ ഒരുപാട് മുന്നേറാനുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ളൂ. എനിക്ക് MLA ആകണം, MP ആകണം, മന്ത്രിയാകണം. ഇപ്പോൾ ഇതൊന്നും പുറത്തു വന്നാൽ ശരിയാവില്ല. എൻ്റെ ജീവിതം തന്നെ തകർന്നു പോകും. രാധാമണി ഞെട്ടി. പക്ഷേ നീ എന്നെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞില്ലേ? അവൻ തലകുനിച്ചു പറഞ്ഞു, വിവാഹം ചെയ്യാം, പക്ഷെ ഇപ്പോൾ അല്ല. ഇപ്പോൾ സുരക്ഷിതമായ മാർഗം അബോർഷൻ ആണ്. ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ വാർത്തയെ അവൻ പ്രശ്നം എന്ന് വിളിച്ചു നിസ്സാരവൽക്കരിച്ചു. ഒരു അമ്മയാകാനുള്ള സ്വപ്നം തുടങ്ങും മുമ്പേ അതിനെ ഇല്ലാതാക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു രാഹുൽ. രാധാമണി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അത് എൻ്റെ ശരീരത്തെ മാത്രമല്ല, എൻ്റെ മനസ്സിനെയും കൂടിയാണ് ബാധിക്കുക. എങ്ങനെ ഞാൻ ഇത് ചെയ്യും? പക്ഷെ രാഹുൽ ശക്തമായി പറഞ്ഞു, ടീച്ചർ, പൊളിറ്റിക്സിൽ ഇമേജാണ് എല്ലാം. നിങ്ങൾക്കറിയാമല്ലോ. ദയവായി ഇത് രഹസ്യമായി തീർക്കണം. ഇവിടെ പല സ്ത്രീകൾക്കും സംഭവിക്കുന്ന ഒരു സത്യം പുറത്തു വരുന്നു. സുരക്ഷിതമല്ലാത്ത ബന്ധം, മുൻകരുതലുകളുടെ അഭാവം, പിന്നീട് ഗർഭം ആവശ്യമില്ലാത്തതായി അല്ലെങ്കിൽ വേണ്ടാത്തതായി മാറുന്നു. അതിൻ്റെ പരിഹാരമായി പലരും കാണുന്നത് അബോർഷൻ ആണ്. പക്ഷേ അബോർഷൻ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ വേദനിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. സ്ത്രീയുടെ ഭാവിയിലെ ആരോഗ്യം, പിന്നീട് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ശേഷി, മനസ്സമാധാനം എല്ലാം തന്നെ ബാധിക്കും. ജീവിതം ആകെ മാറിമറിയും. അതുകൊണ്ട് തന്നെ ഒരൊറ്റൊരു ചെറിയ മുൻകരുതൽ, ഒരു കോണ്ടം, അതായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തടഞ്ഞിരിക്കാനുള്ള എളുപ്പവഴി. രാധാമണി ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വഴിത്തിരിവിൽ നിൽക്കുകയായിരുന്നു. ഒരു വശത്ത് അമ്മയാകാനുള്ള ആഗ്രഹം, മറുവശത്ത് രാഹുലിൻ്റെ നിർബന്ധം. ആരോടും ഒരു വാക്ക് പറയാൻ കഴിയാതെ അവൾ ഒറ്റയ്ക്ക് പൊരുതേണ്ടി വന്നു. വാഗ്ദാനങ്ങൾ വിശ്വാസത്തെ വളർത്തുകയും വഞ്ചനകൾ ജീവിതം തകർക്കുകയും ചെയ്യുന്നു. രാധാമണി ഇനി ഒരു അമ്മയാകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നെങ്കിലും അവളുടെ ജീവിതത്തിലെ ആ സന്തോഷം ഒരാൾ പ്രശ്നം എന്ന് വിളിച്ചു മാറ്റിവെക്കാൻ ശ്രമിക്കുകയായിരുന്നു. രാധാമണി ഒരുപാട് കരഞ്ഞു, ഒരുപാട് അപേക്ഷിച്ചു. രാഹുൽ, ഞാൻ ഇതിന് തയ്യാറല്ല. എൻ്റെ ശരീരം, എൻ്റെ മനസ്സ്, എങ്ങനെ ഞാനിത് സഹിക്കും? ഇത് നമ്മൾ ചേർന്നുണ്ടാക്കിയൊരു ജീവനാണ്. പക്ഷെ രാഹുൽ ശക്തമായി പറഞ്ഞു, ടീച്ചർ, നിങ്ങൾക്കറിയാമല്ലോ, എൻ്റെ പൊളിറ്റിക്കൽ കരിയർ ഇപ്പോഴാണ് തുടങ്ങുന്നത്. നമ്മളൊരു വിവാഹം പോലും കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഗർഭമുള്ളതായി ആളുകൾ അറിഞ്ഞാൽ എൻ്റെ ഭാവി തന്നെ ഇല്ലാതെയാകും. അബോർഷൻ ചെയ്തിട്ട് കഥ അവിടെ തന്നെ അവസാനിപ്പിക്കാം. അതാണ് നല്ലത്. സ്നേഹത്തിൻ്റെ പേരിൽ സ്വപ്നങ്ങൾ നൽകി അവളെ മോഹിപ്പിച്ചവൻ ഇപ്പോൾ ഉത്തരവാദിത്തം ഒഴിഞ്ഞോടുകയാണ്. ഒരു രാത്രിയിൽ അവൾ കണ്ണീരോടെ തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, ഞാൻ എന്തു ചെയ്യും? എൻ്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. പക്ഷെ അവൻ ദിവസവും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇത് ഇല്ലാതാക്കണം, അല്ലെങ്കിൽ
ഞങ്ങളുടെ ബന്ധം ഇവിടെ അവസാനിക്കുമെന്ന്. അവൾ ഒറ്റപ്പെട്ടു പോയി. ഒരു അമ്മയുടെ ഹൃദയം കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നുവെങ്കിലും അവളുടെ കൈകളിൽ ശക്തിയൊന്നുമില്ലായിരുന്നു. പല സ്ത്രീകളും സമൂഹം എന്തു പറയും എന്ന സമ്മർദ്ദത്തിൽ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി, അല്ലെങ്കിൽ സ്വന്തം പങ്കാളിയിലുള്ള പേടിയിൽ അബോർഷൻ എന്ന വഴി തിരഞ്ഞെടുക്കുന്നു. എന്നാൽ അബോർഷൻ ഒരു ലളിതമായ കാര്യമല്ല. ശാരീരികമായി ഗർഭാശയത്തെ ബാധിക്കുകയും ഭാവിയിൽ ഗർഭധാരണത്തിന് വരെ തടസ്സമാവുകയും ചെയ്യാം. രക്തസ്രാവം, ഇൻഫെക്ഷൻ, ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയും ഉണ്ടാകും. അതിലുപരി മാനസിക സമ്മർദ്ദം, ഒരു ജീവനെ ഇല്ലാതാക്കേണ്ടി വന്ന കുറ്റബോധം, അത് സ്ത്രീയുടെ മനസ്സിൽ വർഷങ്ങളോളം മായാതെ തുടരും. ഇതാണ് രാധാമണി നേരിടാൻ പോകുന്ന യാഥാർത്ഥ്യം. അവൾ ആശുപത്രിയുടെ വാതിൽക്കൽ നിന്നപ്പോൾ കണ്ണീരിൽ മുങ്ങിയിരുന്നെങ്കിലും അവളുടെ മനസ്സിൽ ഒരു ചോദ്യമേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് തെറ്റുപറ്റിയോ? അതോ ഞാൻ വിശ്വസിച്ചത് തെറ്റായ ആളിലായിരുന്നോ? ആ തീരുമാനത്തിന് ശേഷം അവളുടെ ജീവിതം ഒരിക്കലും പഴയ പോലെ ആയിരുന്നില്ല. അവളുടെ ശരീരത്തിൽ നിന്നൊരു ജീവൻ ഇല്ലാതാക്കി. രാധാമണി വീട്ടിൽ തിരിച്ചെത്തി. പക്ഷേ അതോടെ അവളുടെ മനസ്സിൽ പതിഞ്ഞ വേദനയും ജീവിതത്തിനുള്ളിലെ വിശ്വാസം നഷ്ടപ്പെട്ടതും ആർക്കും ഒരിക്കലും മായ്ക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. അവളുടെ വേദനയിൽ നിന്നും സമൂഹത്തിനും സ്ത്രീകൾക്കും വേണ്ടിയൊരു മുന്നറിയിപ്പ് പുറത്തു വന്നു. പിന്നീട് എങ്ങനെയാണ് അവൾ പ്രതികരിച്ചത്? പിന്നീട് എന്തൊക്കെയാണ് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഇനി എന്തൊക്കെയാണ് രാഹുലിന് നേരിടേണ്ടി വരിക? വീഡിയോയുടെ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ആദ്യ എപ്പിസോഡ് കാണാത്തവർ അത് പോയി കാണുക. തുടർന്ന് വരുന്ന ബാക്കി ഭാഗങ്ങൾക്ക് ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക.